നിങ്ങൾ ശുദ്ധ അസംബന്ധം പറയുന്നത്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിയായിട്ട് വന്ന് സംസാരിക്കുക അല്ല. മറുപടി പറയാൻ നിങ്ങൾ സമ്മതിക്കാതെ ചോദ്യം കൊണ്ടിരുന്നാൽ എങ്ങനെയാ? നിങ്ങൾ ആർക്ക് പഠിക്കുക? മറുപടി പറയാൻ സമ്മതിക്കില്ലേ? രണ്ട് CPM-നെതിരായിട്ട് കൂടുതൽ ആളുകളെ നിങ്ങൾ ഇരുത്തുന്നതിന്റെ നിങ്ങളുടെ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇരുത്തുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുന്നതല്ല. ആരും വന്ന് വലിച്ചു കയറി വരുന്നവരല്ല. PK ഗോപൻ, വാസു CPM ആണ്, CPM വാസുവുമാണ്. ശബരിമലയുടെ കാര്യത്തിൽ വാസു എടുത്ത പണിയെല്ലാം CPM-ന് വേണ്ടിയാണ് എന്ന തരത്തിൽ തന്നെയാണ് കാണുന്നത് നിങ്ങളെ രാഷ്ട്രീയമായി എതിർക്കുന്നവർ. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും. അതുകൊണ്ട് ഇത്രയും കാലം ഉദ്യോഗസ്ഥർ ചെയ്ത ഒരു കുറ്റകൃത്യം കൊള്ള എന്ന നിലയ്ക്ക് വിശദീകരിച്ചെടുത്തതെന്ന് കാര്യങ്ങൾ മാറി എന്നൊരു ബോധ്യം ഇപ്പോൾ പാർട്ടിക്കുണ്ടോ? അത് അവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. രണ്ട് വലതുപക്ഷ സുഹൃത്തുക്കളെയും ഞാൻ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തില്ല. കാരണം അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിൽ ഭരണ സംവിധാനം ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടിക്ക് പണം ഉണ്ടാക്കലും വ്യക്തിപരമായി പണം സമാഹരിക്കലും ആ പാർട്ടി വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതും രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം സുവ്യക്തമായ കാര്യമാണത്. അതിനകത്ത് ആർക്കും ഒരു സംശയം ഉണ്ടാകും തോന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണം ഉപയോഗിച്ച് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരെ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന രാഷ്ട്രീയ ശൈലിയുള്ളവരല്ല. ഒന്ന്. രണ്ട്, ശ്രീ N. വാസു CPM-ൻ്റെ നോമിനിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളത് ഡിസോൺ ചെയ്യുന്നില്ല, ഞങ്ങളത് ഓൺ ചെയ്യുന്നു. അദ്ദേഹം യൗവനകാലത്ത് CPM-ൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ഉയർന്ന ഉദ്യോഗങ്ങൾ ചുമതല വഹിച്ചതിൻ്റെ ഭാഗമായി സജീവ രാഷ്ട്രീയ പ്രവർത്തകനല്ല, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്, ശേഷിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ചില ചുമതലകൾ CPM-ൻ്റെ ഗവൺമെൻറ് നൽകിയിട്ടുമുണ്ട്. ആ ചുമതലയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇതൊക്കെ നിർവഹിച്ചത്. പക്ഷേ ശബരിമല സ്വർണ്ണ പ്രശ്നത്തിൽ ഞങ്ങളുടെ നിലപാട് ഇത് ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയമായി പോസ്റ്റിംഗ് നേടിയിട്ടുള്ള ആളുകളിൽ എത്തുകയാണെങ്കിലും അവരെ യാതൊരു കാരണവശാലും സംരക്ഷിക്കേണ്ടതില്ലെന്ന് മാത്രമല്ല, അവരെ അല്പം ദ്രോഹിക്കുകയും വേണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെ ഇവർ ചോദ്യം ചെയ്യുകയാണ്. ഇവർക്ക് ഹൈക്കോടതിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ SIT-യിൽ ഇവർക്ക് തൃപ്തിയില്ല. SIT-യിൽ ഇവർക്ക് തൃപ്തി വരണമെങ്കിൽ SIT നാളെ രാവിലെ പിണറായി വിജയൻ്റെ വീട്ടിൽ ചെല്ലണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർക്ക് തൃപ്തി വരൂ. ആ തൃപ്തി കണ്ടെത്താനാണ് ഇവർ ഈ പരിശ്രമിക്കുന്നതെല്ലാം. ഇതെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്ക്. ശബരിമലയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനം അവിടെ ഭരണഘടനാപരമായി ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അവിടെ ദേവസ്വം ബോർഡിനെ നിയമിച്ചു കൊടുക്കുന്നു. അത് CPM-ൻ്റെ ഭരണം ഇരിക്കുമ്പോൾ CPM-ൻ്റെ അനുഭാവികളെ സാധാരണയായിട്ട് കൊടുക്കാറുള്ളത് അനുഭാവികളെന്നുള്ളതല്ല. ഇപ്പം നിങ്ങൾ ജയകുമാർ സാറിനെ നോക്കൂ. ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ശത്രുവാണോ? അങ്ങനെ രണ്ടും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ ആളുകളെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി നല്ലൊരാളിനെ കൊടുത്തു എന്ന് മാത്രം. അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് രാഷ്ട്രീയമായി നോമിനി അവിടെ കൊടുക്കുന്നത്. 2-3 സന്ദർഭങ്ങളിൽ മാത്രമേ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഈ വാസുവിനെ കൊടുത്ത സന്ദർഭം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? PK ഗോപൻ, ദേവസ്വം കമ്മീഷണറായി ആ സ്ഥാനത്ത് നിന്ന് വാസു മാറുമ്പോൾ അല്ലെങ്കിൽ മാറ്റപ്പെടുമ്പോൾ കോടതി വഴി പിന്നീട് ദിവസങ്ങൾക്കകം അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് മെമ്പറാക്കുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി അവരോധിക്കപ്പെടുന്നു. ആ പ്രോസസ്സിൽ രാഷ്ട്രീയമുണ്ടായിരുന്നോ? താല്പര്യമുണ്ടായിരുന്നോ? അല്ല അത് എന്താണെന്നറിയോ, അതിനകത്ത് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഈ ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് അദ്ദേഹത്തെ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ശ്രീ മുഹമ്മദ് റാഷിദിന് അറിയാൻ വയ്യാത്തതല്ലോ. അത് നമ്മൾ ഗവൺമെൻറ് ഒരു പാനലിസ്റ്റ് കൊടുക്കുകയും ആ പാനലിസ്റ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവരുടെ വേറബോട്ട്സ് മുഴുവൻ പരിശോധിച്ചിട്ടാണ് ഒരാളെ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്കത് പറയാനുള്ള കാരണം, വാസുവിനെ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ലിസ്റ്റ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുള്ള ആളാണ് ശ്രീ N. വാസുവെങ്കിൽ കോടതിക്ക് അത് അന്വേഷിച്ചിട്ട് തന്നെ അവരെ പോസ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലാതെ പോസ്റ്റ് ചെയ്യില്ല. ഗവൺമെൻറ് കൊടുക്കുന്ന ലിസ്റ്റ് അവർക്ക് തൃപ്തികരമല്ലെങ്കിൽ മാറ്റി കൊടുക്കാൻ അവർ ആവശ്യപ്പെടും. അങ്ങനെയാണല്ലോ അത്തരം ലിസ്റ്റുകളൊക്കെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് അന്ന് ശ്രീ N. വാസുവിനെ സംബന്ധിച്ച് അങ്ങോട്ടൊരു ആക്ഷേപമില്ല. ഇപ്പോൾ വന്നിട്ടുള്ള വിഷയത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നില്ല. നാളെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തിന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അത് തെളിയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ബാധ്യതയുടെ പിറകിൽ CPM ഇല്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വർണം കെട്ടുന്നോ ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ വാക്കുകൾ, അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് മികച്ച പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചത് എന്ന പ്രശംസയാണ് ഇന്നത്തെ ദിവസം. ഈ ദിവസം എൻ്റെ മുഹമ്മദ് റാഷിദെ എന്തായി പറയും? ഇപ്പം തന്നെ ശ്രീ സന്ദീപ് ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. സുഭാഷ് കപൂറിനെ പോലെ സുഭാഷ് കപൂറുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന
പിന്നെ കുഴപ്പമെന്നുള്ള തരത്തിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അവിടെ കോടതി നിരീക്ഷിച്ചത് എന്താ, സുഭാഷ് കപൂറിനെ പോലെ എന്നാണ്. അവിടെ ഉപമയാണ് പ്രയോഗിച്ചത്. ആകാശത്ത് മേഘങ്ങൾ കൊമ്പ് കുത്തി കളിക്കുന്നു എന്നുള്ളൊരു ഉപമയാണ്. അതിൻ്റെ അർത്ഥം ആകാശത്ത് പിന്നെ കൊമ്പ് ഉപയോഗിച്ച് ആരെങ്കിലും കുത്തി കളിക്കുന്നു എന്നുള്ളതല്ല, ആനകൾ കൊമ്പ് ഉപയോഗിച്ച് കുത്തി കളിക്കുന്നതല്ല, ഒരു ഉപമയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കടകംപള്ളിക്ക് ബോധ്യമുള്ള ഈ എൻ വാസു സത്യസന്ധനായിരുന്നു, അതല്ലാതെ അദ്ദേഹം അവിടെ എന്തെങ്കിലും പെശക് കാണിച്ചിട്ടില്ല എന്ന് കടകംപള്ളി വാദിച്ചുറപ്പിക്കാൻ പരിശ്രമിച്ചിട്ടേ ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും ഒക്കെ എടുക്കാതെ വെറുതെ അതിന്റെ പുറത്ത് കയറി നമ്മൾ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഒരുപാട് തെറ്റിദ്ധാരണ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞു പോകേണ്ടി വരുന്നത് ഒരു അവസ്ഥയാണ് ഇപ്പോഴും. അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. അത് അന്വേഷണ പരിധിയിലിരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞ് പക്ഷെ കടകംപള്ളിക്ക് അവിടെ പറയേണ്ടത് ഒരു ബാധ്യതയായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ മുഹമ്മദ് റാഷിദെ, നിരാലംബമായ ഒരവസ്ഥയിൽ CPM ഇല്ല. CPM ശക്തമാണ്. ഞങ്ങൾക്കൊരു ആശ്വാസമാണ്. ഞങ്ങളുടെ ഭരണകാലത്താണ് അവിടുത്തെ ക്രമക്കേടുകൾ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഏറ്റവും യുക്തനായ ഒരാളെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിൽ ഒരു അതെ എന്നല്ല അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അന്വേഷണത്തിൽ മനസ്സിലാവും. 1998 മുതലുള്ള സംഭവങ്ങളിലേക്ക് അത് പോയേ മതിയാവൂ. UB മല്യയുടെ പേര് കൊടുത്ത സ്വർണത്തിന്റെ അളവ് എത്ര എന്നുള്ളത് അവിടുത്തെ മിനിറ്റ്സ് പരിശോധിച്ച് സ്റ്റോക്ക് റെക്കോർഡ് പരിശോധിച്ച് ക്രമേണ അത് പതുക്കെ പിറകോട്ട് പോയി അത് മൊത്തം കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കന്മാരും പറയുന്നത്, ശബരിമലയിൽ നഷ്ടപ്പെട്ട ഒരു തരി സ്വർണം പോലും നമുക്ക് നഷ്ടപ്പെടേണ്ടി വരില്ല, തിരിച്ചു പിടിച്ച്. ഞാൻ ഒരു കാര്യം കൂടി ശക്തമായി ശ്രീ മുഹമ്മദ് റാഷിദിനോട് പറയാം, CPIMന്റെ ഗവൺമെന്റിന്റെ രണ്ടാമത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ശബരിമലയുടെ സ്വർണ്ണ കവർച്ചയെ സംബന്ധിക്കുന്ന കല്ലും നെല്ലും തിരിക്കാതെ ഈ ഭരണം അവസാനിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് തീർത്ത് ഞാൻ പറയാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഈ SIT കുറിച്ച് എവരും ആക്ഷേപം ഉന്നയിക്കുന്നല്ലോ. അല്ല, അത് നിങ്ങൾക്ക് എല്ലാത്തിനെയും നിങ്ങൾ തെരഞ്ഞെടുപ്പിലാണല്ലോ. പാവപ്പെട്ട ആളുകൾക്ക് ആനുകൂല്യം കൊടുത്താൽ തെരഞ്ഞെടുപ്പ്, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ്, പ്രവർത്തനം നല്ലതായ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ. 5 വർഷത്തിലൊരിക്കൽ ജനങ്ങളെ അഭിമുഖീകരിക്കണമല്ലോ. അപ്പൊ ഇത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. വോട്ടർമാർക്കിടയിൽ ഇതൊരു പരിഗണനാ വിഷയമായി അവരുടെ മനസ്സിലുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്കും ബോധ്യമുണ്ടാവും. ഈ ടേം കഴിയുന്നതിനുള്ളിൽ അതെ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഇത് ചർച്ച ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിലും. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ജയകുമാറിനെ പോലുള്ള ഒരാളിനെ അവിടെ കൊടുത്തിട്ട് ഇതിന്റെ കല്ലും തിരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതിനകത്ത് സംശയം എന്താ കാര്യത്തിൽ? സീസറിന്റെ ഭാര്യ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചാണ് ഇക്കാര്യത്തിലുണ്ട്. താങ്കൾ ഇപ്പൊ പറഞ്ഞതിന് അർത്ഥമുണ്ട്. ശ്രീ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പൊ കഴിഞ്ഞ ഭരണസമിതി, പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, അതും ഏതാണ്ട് സംശയ നിഴലിലാണ്. അതിനെതിരെയും ചില പരാമർശങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ കാലയളവിൽ പോറ്റിക്ക് അവിടുത്തെ സ്വർണ്ണപ്പാളികളുടെ അളവെടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തതിനെ കുറിച്ചാണ് ഹൈക്കോടതിയുടെ പരാമർശം. നേരത്തെ ഒരു അന്താരാഷ്ട്ര കൊള്ളക്കാരന്റെ പേര് പറഞ്ഞ് ഹൈക്കോടതി നടത്തിയ അതുപോലെയുള്ള ഒരു തട്ടിപ്പിന് അവസരം ഒരുക്കുകയാണോ എന്ന് ഹൈക്കോടതി പറഞ്ഞത് നിലവിലെ ഭരണസമിതിയുടെ കാലത്ത് നടന്ന പ്രവർത്തികളെ കുറിച്ചുള്ള ഒരു ഉപമയാണ്. അതുകൂടെ ഓർക്കണം. അപ്പൊ താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞു വരുന്നതിന്റെ ഒരു സാരാംശമായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്ന അതിൽ അർത്ഥം എന്ന് പറയുന്നത്, നിലവിലെ പ്രശാന്തിന്റെ ഭരണസമിതിയും സംശയ നിഴലിലാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അപ്പൊ ജയകുമാറിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഭരണസമിതി വരട്ടെ, കുറെ കൂടി രാഷ്ട്രീയ ഭിന്ന സ്വഭാവമുള്ള, രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ വരട്ടെ. മുഹമ്മദ് റാഷിദ്, നിങ്ങൾ പറയുന്നേ, നിങ്ങൾ ശുദ്ധ അസംബന്ധം പറയുന്നത്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിയായിട്ട് വന്ന് സംസാരിക്കുക. പ്രശാന്തിന്റെ കാലാവധി അവസാനിക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടെ ആലോചിച്ച് മറുപടി പറ. നിങ്ങളുടെ ചാനലിന്റെ രാഷ്ട്രീയം നിങ്ങളുടെ കൈവഴി, നിങ്ങളുടെ ചാനലിന്റെ രാഷ്ട്രീയം നിങ്ങളുടെ കൈവഴി. നിങ്ങൾ ഞാൻ പറയാൻ അനുവദിക്കില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ പറയാൻ അനുവദിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് സന്ദീപ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്ഷരം മിണ്ടണ്ട കാര്യമില്ല. BJPയുടെ പ്രതി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മിണ്ടണ്ട. നിങ്ങൾ ഞാൻ പറയാൻ സമ്മതിക്കത്തില്ലെങ്കിൽ അത്തരം മിടുക്കൊന്നും കാണിക്കല്ലേ, അത്തരം മിടുക്ക് നിങ്ങൾ കാണിക്കല്ലേ. പ്രശാന്തിന്റെ കാലാവധി അവസാനിക്കുക. നിങ്ങൾ കുറച്ച് താങ്കൾ പറയുന്നതിൽ എനിക്ക് കേൾക്കുന്നതിൽ എനിക്ക് ഒരു പ്രയാസമില്ല. താങ്കൾക്ക് തന്നെയാണ് ഞാൻ കൂടുതൽ അവസരം ഈ ചർച്ചയിൽ സ്വാഭാവികമായി തരിക. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാ പാനലിസ്റ്റുകളെയും പ്രതിരോധിക്കാൻ താങ്കൾ ഒരാളെ ഉള്ളൂ. താങ്കളാണ് ഭരണ കക്ഷിയുടെ പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് എണ്ണം കൂടുമെന്നേ ഉള്ളൂ. താങ്കൾക്ക് പറയാനുള്ള സമയം തീർച്ചയായും ഞാൻ തരും. ഈ ചർച്ചയിൽ അത് ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നു. എന്നിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, താങ്കൾ തന്നെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു സംശയമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അത് അസംബന്ധം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാൽ അതിന് ഉത്തരവോ? താങ്കൾ ക്ഷുഭിതനാകാതെ മറുപടി പറയൂ ശ്രീ PK ഗോപൻ.
അല്ല, മറുപടി പറയാൻ നിങ്ങൾ സമ്മതിക്കാതെ ചോദ്യം കൊണ്ടിരുന്നാൽ എങ്ങനെയാ? നിങ്ങൾ ആർക്ക് പഠിക്കുക? മറുപടി പറയാൻ സമ്മതിക്കില്ലേ? നിങ്ങൾ പറഞ്ഞ എന്താ? പ്രശാന്തിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, പ്രശാന്തിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാത്തതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അല്ല ശ്രീ മുഹമ്മദ് റാഷിദെ, പ്രശാന്തിന്റെ സമയം ഇടയ്ക്ക് വെച്ച് നിർത്തിക്കൊടുത്തേതോ അദ്ദേഹത്തിന്? പ്രശാന്തിന്റെ കാലാവധി തീരുന്നതിന്റെ ഭാഗമായിട്ടല്ലേ അദ്ദേഹത്തെ ഒഴിവാക്കുന്നേ? ഈ വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എന്തിനാ വ്യാഖ്യാനിക്കുന്നത്? പ്രശാന്തിനെ കുറിച്ച് സംശയമുള്ളത് കൊണ്ട് ഞങ്ങൾ പുതിയ ആളിനെ ഏൽപ്പിക്കുന്നു എന്ന് നിങ്ങൾ എന്തിനാ വ്യാഖ്യാനിക്കുന്നത്? ചർച്ചയാവും, അതുകൊണ്ടുകൂടിയാണ് ആ ധ്വനിയിലാണ് താങ്കൾ പറഞ്ഞത്. അതുകൊണ്ടുകൂടിയാണ് ജയകുമാറിന്റെ ഭരണസമിതി എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഒരു ഡൗട്ട് എന്ന നിലയിലാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കളെന്തോ ഇഷ്ടമില്ലാത്ത അപ്രിയ സത്യം കേട്ട ചോദ്യം തീരുമ്പോ എന്നോട് പറഞ്ഞാൽ മതി. ചോദ്യം തീരുമ്പോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മറുപടി പറയാം. അല്ല, നിങ്ങൾ ചോദ്യം തീരുമ്പോ പറഞ്ഞാൽ മതി, എന്താ മറുപടി പറയാം. ഞാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾ ചോദ്യമായിട്ടിരിക്കുക. നിങ്ങൾ പറയാം, നിങ്ങൾക്ക് പറയാനുള്ള ചോദ്യങ്ങളെല്ലാം തീർക്ക്, അതിനുശേഷം ഞാൻ മറുപടി പറയാം. നിങ്ങൾ ചോദ്യം എപ്പോഴും അവസാനിപ്പിക്കുന്നത് പറഞ്ഞാൽ മതി, അന്നേരം മറുപടി പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനലിസ്റ്റുകൾക്ക് പൊക്കും, എനിക്ക് പരാതിയില്ല. അല്ലെങ്കിൽ എനിക്ക് മറുപടി പറയാനുള്ള അവസരം തരണം. ആ ജനാധിപത്യം നിങ്ങൾ ഇതിനകത്ത് കാണിക്കണം. നിങ്ങൾ പാനലിസ്റ്റുകൾ അവർ തനിയെ കയറി വന്നതല്ലോ, ഞാനായാലും അവരായാലും. നിങ്ങൾ രണ്ട് CPM-നെതിരായിട്ട് കൂടുതൽ ആളുകളെ നിങ്ങൾ ഇരുത്തുന്നതിന്റെ നിങ്ങളുടെ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇരുത്തുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുന്നതല്ല, ആരും വന്ന് വലിച്ചു കയറി വരുന്നവരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ഇരുത്തുന്നത്. എനിക്ക് അവരോട് ബഹുമാനമേ ഉള്ളൂ, അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് തർക്കം. മുഹമ്മദ് റാഷിദിനോടും എനിക്ക് ബഹുമാനമേ ഉള്ളൂ. നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക, ഉത്തരം പറയാൻ സമയം തരിക. ഇവിടെ പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്തിന്റെ കാലാവധി അവസാനിക്കുന്നു. എന്റെ ക്വസ്റ്റ്യൻ തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കാം. പത്മകുമാറിന് നീട്ടിക്കൊടുത്തോ ഞങ്ങൾ? ഒരു വിഷയമില്ലായിരുന്നല്ലോ അന്ന്. അനന്തഗോപന് നീട്ടിക്കൊടുത്തോ ഞങ്ങൾ? ഒരു വിഷയമില്ലായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ അവർക്ക് ആർക്കും സമിതി നീട്ടിക്കൊടുത്തിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു പ്രശാന്തിനെ നീട്ടിക്കൊടുക്കാൻ പോകുന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു നീട്ടിക്കൊടുക്കുന്നില്ല. ഇത് രണ്ടും നിങ്ങൾ ഏറ്റെടുത്തോണം, ഞങ്ങൾക്കതിന് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ ഇപ്പൊ അങ്ങ് തന്നെ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണോ അത്തരം ഒരാളെ ഏൽപ്പിച്ചതെന്ന്. തെരഞ്ഞെടുപ്പിൽ ഇത് ചർച്ച വരുമെന്നേ, അത് ഞങ്ങൾ കാണുന്ന വിഷയം. ഞങ്ങൾ അതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ശബരിമലയിൽ പൊളിറ്റിക്കൽ നോമിനികളല്ലാത്ത ഒരുപാട് പേരെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മാത്രമല്ല, ശ്രീ എൻ ബാബു പൊളിറ്റിക്കൽ നോമിനി ആയിരുന്നോ? ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നോ? അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ശബരിമലയിലെ വിഷയത്തിൽ രാഷ്ട്രീയ നോമിനികളാണ് ഇത്തരം കാര്യങ്ങൾക്ക് കരുനിൽക്കുന്നത് എന്ന ആക്ഷേപം ഉയർന്നു വരിക കൂടി ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും നല്ല സിവിൽ സർവീസിൽ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ഒരാളെ ഞങ്ങൾ കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താ? ശബരിമല ഉപയോഗിച്ച് ഏതെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതിന്റെ പ്രതിഫലനമാണ് ഡോക്ടർ കെ ജയകുമാറിന്റെ നിയമനം. അതിനെ നിങ്ങൾ അങ്ങനെ പോസിറ്റീവായിട്ട് കാണണം. അതല്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് ക്ഷോഭം വരും. ഞാൻ അതിനനുസരിച്ച് മറുപടി പറയും. ഞാൻ മറുപടി പറയാൻ സമ്മതിക്കാത്ത വിധത്തിൽ ഇടപെടുമ്പോൾ എന്റെ ശബ്ദം ക്ഷോഭം വരണ്ട. കാരണം ഇതൊരു സംശയം എന്ന നിലയ്ക്ക് താങ്കൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു സംശയം താങ്കൾക്ക് തന്നെ സംശയ നിവാരണത്തിന് വേണ്ടി മുന്നിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അത് കേട്ടപ്പോഴേക്കും ഒരു അപ്രിയ സത്യം കേട്ട പോലെ താങ്കൾ പ്രതികരിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ, താങ്കൾക്കും എന്റെ ക്ഷോഭമല്ല, എനിക്ക് മറുപടി പറയാൻ പറ്റാത്ത വിധത്തിൽ അങ്ങ് സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിന്റെ മേളിൽ കയറി പറയുന്നത്. ക്ഷോഭിച്ച് പറയുന്നതല്ല, ഉയർത്തി പറയുന്നത് മാത്രമേ ഉള്ളൂ. ക്ഷോഭിക്കുകയല്ല. അങ്ങ് പറയുന്ന ശബ്ദത്തെ കവർ ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റൂ, കാരണം അങ്ങ് പറയാൻ സമ്മതിക്കില്ല. അതിന്റെ പേര് ഞാൻ ഒച്ചത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്ല ക്ഷോഭിച്ചിട്ടില്ല. ക്ഷോഭമൊന്നും ഇതിനകത്തില്ല. ഇതെന്റെ വ്യക്തിപരമായ കാര്യമൊന്നുമല്ല. എനിക്ക് എൻ വാസുവായിട്ട് ഒരു ബന്ധവുമില്ല സർ. അദ്ദേഹവും ഞാനുമായിട്ട് മുഖത്തോട് മുഖം ഒരു മിനിറ്റ് പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ശരി, താങ്കളുടെ വൈകാരികത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും താങ്കളോട് ക്ഷോഭിച്ചിട്ടില്ല, ഉച്ചത്തിൽ പറഞ്ഞതുമല്ല. താങ്കൾ എവിടെ നിന്നാണ് ഈ ചോദ്യം എനിക്ക് എന്ന് ചോദിച്ചപ്പോൾ താങ്കളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് തോന്നിയൊരു സംശയം ചോദിച്ചാണ് എന്ന് മാത്രമാണ് ഞാൻ വിശദീകരിച്ചത്. അല്ലാതെ താങ്കൾ സംസാരിക്കാൻ താങ്കൾക്ക് അവസരം തരാതിരിക്കുകയോ താങ്കളുടെ ഉത്തരം പറയുമ്പോൾ തടസ്സപ്പെടുത്തുന്നതോ അല്ല. സ്വാഭാവികമായി കൂടുതൽ ചോദ്യം താങ്കളിലേക്ക് ആയിരിക്കും എന്നുള്ളത് ഈ ചർച്ചയുടെയും വിഷയത്തിന്റെയും ഒരു സ്വഭാവം കണക്കിലെടുത്ത് മാത്രം വരുന്നതാണ്. ഇതിപ്പോൾ CPM പ്രതിരോധത്തിലല്ലാത്ത, അല്ലെങ്കിൽ CPM-ന് ധാരാളം ഉത്തരം പറയേണ്ടതില്ലാത്തൊരു വിഷയമാണെങ്കിൽ മറുവശത്ത് ആരാണോ അത് പറയേണ്ടത് അവരിലേക്കായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ എന്നേ ഉള്ളൂ. അത് വിഷയത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ചിരിക്കും ചർച്ചകളിൽ മാറി മറിഞ്ഞ്.